ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശ്രീരാമ ശ്രീകൃഷ്ണ സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. നമോസ്തു രാമായ സശക്തികായ നീലോത്പലശ്യാമളകോമളായ കിരീടഹാരാംഗദഭൂഷണായ സിംഹാസനസ്ഥായ മഹാപ്രഭായ സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. യുദ്ധകാണ്ഡം. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരി. രാമ രമ രമണ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമലോകാഭിരാമ പ്രണവാത്മക രാമനാരായണാത്മാ രാമഭൂപതി. രാമകഥാമൃതപാന പൂർണ്ണാനന്ദ താരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ ശാരിക പൈതലെ ചൊല്ലു ചൊല്ലിന്നിയും ചാരു രാമായണ യുദ്ധം മനോഹരം. ഇത്തമാ കന്യകിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാ മന്ദസ്മിതം പൂണ്ടരുളിനാൻ. ചന്ദ്രാനനെ ചെവി തന്നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാലരുൾ ചെയ്തിതാദരാൽ. ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധവും ചിത്തെ നിരൂപിക്ക പോലും അസഖ്യമാം അബ്ദി സതയോജനായതം അശ്രമം. ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാടുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരിതിയെ കടന്നിടുന്നു. നക്രമകര ചക്രാതി പരിപൂർണം ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി
രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടു പോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ചയം. വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലവർ. ഭാരതിയെ കടപ്പാനുപായം പാർക്ക നേരമിനിക്കളയാതെ രഘൂപതേ. ലങ്കയിൽ ചെന്നു നാം പൂക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാണെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണി. അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയെ സത്വരം ചെയ്തു ബന്ധിക്കിലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിന്യുതമിത്രപുത്രോക്തികളിത്തമാകർണ്യ കാകുൽസ്ഥനും തൽക്ഷണേ. മുമ്പിലാമാറു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളിയിടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വജസാ ഭവാൻ. എന്നതു കേട്ടു തൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിൻ മൂർധനി ലങ്കാപുരം. പ്രാണഭയമില്ലയാതെ ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. വിസ്താരമുണ്ടങ്ങെഴുന്നൂറ് യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കെങ്കിലും ഉണ്ടതിൽ ശോഭിതമായതിനേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിൽ ഉള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരുപോലെ. ഏഴിനും 14 ഗോപുരഭംഗിയും ചുഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേലയന്ത്രഫാലഭക്തിയും. അണ്ടർകൊണ്ടിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000 സദാ ശക്തരായി. പശ്ചിമ ഗോപുരം കാക്കുന്ന നഗ്നഞ്ചരരുണ്ടു 10,100,000. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാൻ അതിശക്തരായുണ്ടൊരു കോടി നിശാചരർ. ദിക്കുകൾ 4ലുമുള്ളതിലർത്ഥം ഉഗ്രതയോടു നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിന്നുമുണ്ടത്ര പേർ. മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം. ആടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും. മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരഭേദം അങ്കാപകം പറയാവല്ലനന്ദനം. തൽപുരം തന്നിൽ നീളെ തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിതോ ധ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടു കൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം. ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ. രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷയകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ. മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമുടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം. പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെ എന്നേരം. കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ. കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ. കൊല്ലാതയക്കടയാളപ്പെടുത്തതു വല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ ബാലതിക്കഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസ പുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തീനാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവ ലങ്കയിലുള്ള പടയിൽ 4 മുടുക്കിനേൻ തൊൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടുമിനി കാല വിളംബനം ഒന്നല്ല പോക പുറപ്പെടുകാശു നാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹത് പ്രസ്ഥാനമാശു ഗുരുവിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാപഹം. ലംഘനം ചെയ്തു നഗ്നഞ്ചര നായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു. ദശാനനൻ കൃതിയും തീർത്തു ശങ്കരാന്തേ ബലാൽ.
പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ, പങ്കജനേത്ര പരം പുരുഷ പ്രഭോ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാക്കിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുത്പന്നമോദം പുറപ്പെടുകേവനും. നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമം മൂലം ഗതിപ്രദം. ദക്ഷിണ നേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവും ഇരുഭാഗവും പെമ്പടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരം വാനരന്മാരെ നിയോഗിക്ക രംഭപ്രമാദി പ്രമുഖരായുള്ളവർ. മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപ്പിമ്പേ സുമിത്രാത്മജനങ്കതോപരി. സുഗ്രീവനെന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരനും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലിശൂലി സമാനനം മൈന്ദൻ വിവിധനും. പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും. ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും. കൂടിപ്പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടോ. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും. ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ജയം. രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്ഥയാ വേഗാൽ നടന്നു തുടങ്ങിനാൻ. ധാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർധി നടന്നങ്ങടുക്കുന്നതുപോലെ. ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും. ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപികുലം. ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പൊക്കു മഹേന്ദ്രാചലാന്തികെ മേവിനാൻ. മാരുതി തന്നെ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും. താരേയ ഖണ്ഡമാർന്ന സൗമിത്രിയും പാരിലിഴിഞ്ഞു വണങ്ങിനാൻ അഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരിധി തീരം പ്രവേശിച്ചനന്തരം. സൂര്യനും വാരിധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചതപ്പോൾ നൃപാധിപൻ. സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു. വാരാനിധിയെ കടപ്പാനുപായവും വീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു. ആരാധ്യ കൽപ്പിക്ക വേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ. ഏവം അരുൾ ചെയ്തു സന്ധ്യയും വന്നിച്ചു മേവിനാർ പർവ്വതാഗ്രേ രഘുനാഥനും. വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗക ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം. അത്യുന്നത തരംഗാഢ്യ മകാതമിത്തുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായ കവികളും അന്ധബുദ്ധ്യാ രാമ പാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷഭയ ക്രോധലോപാദികൾ സൗഖ്യമത മോഹ കാമജന്മാദികൾ. അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ. സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം. കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സംപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ. മുഖ്യനം രാമൻ പരാത്മാ പരൻ പുമാൻ. മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥ. ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അത് ഒക്കെ ഓർത്താൽ അബുധന്മാരുടെ മതം. രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്ക ദശരഥ പുത്രരുമർക്കാത്മജാതികളായ കവികളും. വാരാനിധിക്കു വടക്കേ കരവന്നു വാരിധി പോലെ പരന്നോരനന്തരം. ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ. മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രനികേതനം പൂക്കിരുന്നിടിനാൻ.
ആതിഥേയ സുരേന്ദ്രാദികൾക്കും അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഊക്കോട് വന്നകം പുക്കോരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുഭവനം. നഗ്നഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ദി തന്നുത്തര തീരെ മരുകുന്നോർ കർത്തവ്യമെന്തു നമ്മാഴിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് ചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ തതമവുമിത്തം ത്രിവിധമായുള്ളൂ വിചാരവും. സത്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ പാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്നീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിപ്പതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതീതന്നൈകമത്യമായേവരും ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരീവതു. മധ്യമമായുള്ള മന്ത്രമതിന്നിയെ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യയാം. കാലുഷ്യ ചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയം പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ നഥമതെത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടള വിംഗിതജ്ഞന്മാർ നിശാചര ചൊല്ലിനാൻ നന്നു നന്നെത്രയും ഓർത്തോളമുള്ളലി ഓർത്തോളമുള്ളിലിതിന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരാകുലമെന്തു ഭവിച്ചതു മാനസേ. മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തെ ഭവിച്ചതുമെത്രയും അത്ഭുതം. വൃത്രാരിയെ പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തനീ സത്വരം. വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രന മേഘനിനാഥനതോർക്കനീ. വിദ്വേഷനെ പുര യുദ്ധമധ്യേ ഭവാൻ ജിത്വാ ജിതശ്രമം പൂരം ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം എത്രയും ഓർത്തു കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവൂ. ഹൂങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയേണമോ പറ്റലരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ. ദാനവന്മാർക്കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസ ശൈലമിളക്കിയെടുത്തുടൻ ആലോലമമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ. മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ. ത്രൈലോക്യവാസികളെല്ലാം ഭവൽബലം ആലോക്യ ഭീതി കളർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാം ഒന്നുപേക്ഷിക്ക കാരണം ഏതുമോ രാമയമെന്നിയെ പോയിക്കൊണ്ടതും അവൻ. ഞങ്ങളാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. യുദ്ധം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാൻ. മാനമോടിന്നിനി ഞങ്ങളിലേഖനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്ക എന്നതും എത്രയും പാരമിളപ്പം നമുക്കതു ഉൾത്താരിലോർത്തരുളേണം ജഗൽ പ്രഭോ. നഗ്നഞ്ചരവരരിത്തം പറഞ്ഞള ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. രാവണ കുംഭകർണ സംഭാഷണം.
നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നൂടമോതും നിജപീഠമതിന്മേലിരുത്തി ദശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നഗ്നഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴ്കെന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുമുട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നി കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. നല്ലതല്ലേതുമെനിക്കെതുന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം. ചൊല്ലുവാൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ. ശാസനയാലും അടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഞാനിതിനിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ മാനസേ. ഖേദമുണ്ടാകരുതേതുമേ ദേഹത്തിനന്തരം വന്നു പോം മുന്നമേ. മോഹിച്ചതാകന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടുമാപത്തു നിർണയമോർത്തു കാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശു വരുവനനുജ്ഞയെ ചെയ്കിലെന്നാശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോടു പഥ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരാദശാനന കേൾക്കണമെന്നുടെ വാക്കുകൾ ഇന്നു നീ. നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട് ത്രിലോകത്തിങ്കൽ നഗ്നഞ്ചരാധിപ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തജ്ഞയജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജംഘനും കുംഭൻ നികുംഭനകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭകനും ത്രിശിരസ്സതികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രതംഷ്ട്രാദിവീരനും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സംഗരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനു മാമല്ലവനോടെടോ. നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ല കേൾ ആരെന്നറിവാനുമാമല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല പത്നിയുമല്ലവൻ വൈവസ്വതനും നിരുതിയുമല്ല കേൾ. പാശിയുമല്ല ജഗൽ പ്രാണനല്ല വിത്തേശനുമല്ല വനീശാനനുമല്ല വേദാവുമല്ല ഭുജംഗാധിപനുമല്ല ആദിത്യരുദ്രവസുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. കൊന്നാൻ 21 തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ. അന്നസുരരെയൊക്കെ ഒടുക്കുവാൻ
മഞ്ഞിലവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിയിടുവൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സലൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേവലൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ മൈഥിലി ദേവിയെ കൊണ്ടക്കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാശു രക്ഷിക്കെന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പുക്ക നേരത്തതിബാലകൻ താടകയെ കൊല ചെയ്താൻ ഒരുമ്പിനാൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വെച്ചു കല്യാമകല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയംബകം വില്ലു കണ്ടിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാതനെ കൊന്നു കളഞ്ഞതും ചെന്ന കരാതികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടിക്കടന്നിവിടേക്ക് വന്നർണോജനേത്രനെ കണ്ടു പറഞ്ഞുടൻ വന്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കവേ തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥ തന്നൊങ്കി തന്നെ കൊടുക്ക മടിയാതെ. നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൻ പ്രാണനും നശിച്ചിടുമരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നെ ദുർനയം കൊണ്ടുവരുന്നതിനിന്നു നാം ആളല്ല പോകെന്നു വേർപ്പെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ. അന്നേരമോർത്താൽ ഫലമില്ല മന്നവ രാമശരമേറ്റു മൃത്യു വരുന്നേരം ആമയമുള്ളിലെനിക്കുണ്ടതു കൊണ്ടു നേരെ പറഞ്ഞു തരുന്നിതു ഞാനിനി ധാരാർമകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതുമോർക്ക നീ. രാക്ഷസരാജ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങൊല. കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ടക്കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ. ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതു ചൊന്നതു കേട്ടോരു നഗ്നഞ്ജരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരൂപിന ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തുമവരെന്നു നിർണയം. ഇത്തരമെന്നോടു ചൊല്ലുകിലാശു നീ പഥ്യനാമെന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൽ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ. പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവപാദാംബോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികെ സന്തതം നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം നാലമാത്യന്മാരുമായവർ നിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു
ധാരധനാലയ മിത്രഭൃത്യൗഖവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം മാനസത്തിങ്കലുറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻപദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം, ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലുമോ രാമയമിങ്ങതിനില്ലെന്നു നിർണയം. പോകായിലോ മമ ചന്ദ്രഹാസത്തിനിന്നേകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ, എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ, താപകമായ നിയോഗമനുഷ്ഠിപ്പാനാവതെല്ലാം അതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും, എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു പുത്രമിത്രാർത്ഥകളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായ അഞ്ജനകാലയെ കാലിയും സീതാപിതാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങു ഭവാനുള്ളിലേൽക്കുന്നിതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ യതിനന്യഥാത്വം ഭവിക്കുമോ? ആചര വംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ആചര വംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.